ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പം ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടവരെല്ലാം ഇപ്പോൾ ഒരു ഓണവില്ല് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നുവെച്ചാൽ ശരിക്കും ഒരു ഓണവില്ലാണ്. ഇതെങ്ങനെയാണ് ഓണവില്ലായത്? നല്ല ഒരു റൂട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച വരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് വന്നുകൊണ്ടിരുന്ന ഒരു പരിപാടി അത് നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ചത് ഈ ബിഗ് ബോസ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കണ്ടന്റ് ഇല്ല. കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ കണ്ടതാണ് ഒരു ഫാക്ടറി ഗെയിമും ഒരു സർക്കസ് ഗെയിമും. സർക്കസ് ഗെയിമിനകത്ത് മൃഗങ്ങളുടെ വേഷം കെട്ടി അവിടെ ഓരോന്ന് കാണിക്കുന്നു. അതില് നല്ലത് ചെയ്തത് ആരാണ് എന്ന് നോക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് കോയിൻ കൊടുക്കാം. അതാണ് ആദ്യത്തെ ഗെയിം എന്ന് വെച്ചാലോ, ഫാക്ടറി ഗെയിം. ആ ഫാക്ടറി ഗെയിം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതെ കളിക്കുന്ന കുറച്ചു പേര്. സത്യം പറഞ്ഞാൽ ഈ ഗെയിം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെയും. ഈ ബിഗ് ബോസ് എന്ന ഗെയിം എന്താണെന്ന് മനസ്സിലാകാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളവർ മൊത്തവും. ഇപ്പൊ നമുക്ക് ഒരാൾക്ക് പോലും മനസ്സിലായി നമുക്ക് പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത കുറെ പേര് അവിടെ നിന്ന് ബിഗ് ബോസ് ഷോയിൽ പോയിരുന്നു ബിഗ് ബോസ് കളിക്കുന്നു, ബിഗ് ബോസ് ഷോയിലേക്ക് പോയിരിക്കുന്നു. അതാണ് സത്യം. നമ്മൾക്കറിയാം, ഈ മാരാറിന്റെ സീസൺ ആണെങ്കിലും അതിന് മുമ്പുള്ള സീസണുകളിലാണെങ്കിലും കഴിഞ്ഞ സീസണിലാണെങ്കിലും പലരും ആ ടാസ്ക് മനസ്സിലാക്കി കളിക്കുമായിരുന്നു. ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഇന്നതിന് വേണ്ടി യൂസ് ചെയ്യണം, അതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കളിക്കുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പൊ ഏത് ടാസ്ക് വന്നാലും ഇവരുടെ ഒറ്റ വിചാരം ഇവർക്കുള്ളൂ, വഴക്കുണ്ടാക്കണം, അടിയുണ്ടാക്കണം. അതാണ് അവരുടെ മെയിൻ. പക്ഷേ ആ ഒരു കണ്ടന്റിന് വേണ്ടി അവർ വഴക്കുണ്ടാക്കുമ്പോഴും അവർ പേഴ്സണലായിട്ട് അത് എടുത്ത് വഴക്കുണ്ടാക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇന്ന് തന്നെ നടന്ന ആ ഒരു ടാസ്ക്, ഇന്നലെ ഇന്നുമായിട്ട് നടക്കുന്ന ഫാക്ടറി ടാസ്ക്, ആ ഫാക്ടറി ടാസ്ക് കൊടുത്ത സമയത്ത് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നൂറയ്ക്ക് അത് പണിയാണ് എന്നുള്ളത്. ആ കോയിൻ തിരിച്ചു വെച്ചത് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് കൺസെഷൻ റൂമിൽ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ കോയിൻ ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണ്ടേ ആ കോയിൻ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതിൽ മനസ്സിലാക്കേണ്ടത് ഗോൾഡ് കോയിന്റെ കാര്യമല്ല, ബ്ലാക്ക് കോയിൻ. പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ കയ്യിലുള്ളവർ അവർ നേരിട്ട് എലിമിനേഷനിലേക്ക് വരും, നേരിട്ട് നോമിനേഷനിലേക്ക് വരും എന്ന് കൃത്യമായിട്ട് ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട്. നൂറെ അവിടെ ഓവറാക്കി ചളവാക്കി കുളവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. നൂറ എന്തൊക്കെയോ ആലോചിച്ച് എന്തൊക്കെയോ ചെയ്യുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. അതിൽ കുറച്ചെങ്കിലും അക്ബറിന് മനസ്സിലായി എന്ന് പറഞ്ഞാലും അക്ബർ അവിടെ ഇതെന്താ ഒരു ഫൈറ്റ് പോലെയാണ്. എന്നാൽ ഒരു നേതാവ്, ഒരു യൂണിയൻ നേതാവ് എങ്ങനെയാണ് ഇടപെടേണ്ടത്, ആ യൂണിയൻ നേതാവ് ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ ആ ജോലിക്കാരെ കൂടെ നിർത്തിക്കൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഇതിപ്പോ സ്പ്ലിറ്റായി, ജോലിക്കാർ രണ്ടുപേരും രണ്ട് വിഭാഗമായിട്ട് പോയി. എന്നുവെച്ചാൽ കുറച്ചുപേര് നൂറയുടെ കൂടെ പോയി, കുറച്ചുപേര് അക്ബറിന്റെ കൂടെയുമായി. അപ്പോഴും അവിടെ ഇവരെന്താണ് ഫിസിക്കലായിട്ടാണ് ഇവർ അവിടെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫിസിക്കൽ അറ്റാക്ക് എന്നാണ് ഇവരെല്ലാ ഗെയിമിനെയും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവർ ചിന്തിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മനസ്സിലെല്ലാം മറ്റുള്ളവരോടുള്ള ഒരു വൈരാഗ്യം, വാശി, ഇത് വെച്ചാണ് അവിടെ കളിക്കുന്നത്. ഗെയിമിലുള്ള വൈരാഗ്യമോ ഒന്നുമല്ല, പേഴ്സണലായിട്ട് ആദ്യം മുതലേ ഉള്ള വിഷയങ്ങൾ പേഴ്സണലായിട്ട് എടുത്ത് മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഗെയിം. ആ ഗെയിം അങ്ങനെ നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഗെയിമും ഇനി മുന്നോട്ട് പോകത്തില്ല. എല്ലാം ഇങ്ങനെ ഇവര് ആ തൊപ്പി ടാസ്ക് കൊടുത്തു, ആ തൊപ്പി ടാസ്ക് വരെ അവർ അടി ഉണ്ടാക്കി. അത് ബിഗ് ബോസ് എടുത്ത് പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ വേണ്ടി അല്ല ഈ ടാസ്ക് വരുന്നത്, നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് കളിക്കാനാണെന്ന് പറഞ്ഞായിരുന്നു. എവിടെ ആര് ബുദ്ധി ഉപയോഗിക്കാൻ? ഇവിടെ നൂറയ്ക്ക് എത്രമാത്രം ബുദ്ധി ഉപയോഗിക്കായിരുന്നു. നൂറ ശരിക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഈസി ആയിട്ട് ഈ ഗെയിമിനെ ഒന്ന് കൊണ്ടുപോകാമായിരുന്നു. അവിടെ ഒന്നുമില്ലെങ്കിലും ഈ ജിഷിനും അക്ബറും കൂടെ അവിടെ കിടന്ന് വായിട്ട് അലയ്ക്കുന്നത് കൊണ്ട് പിന്നെ ഒരു അലപ്പും ബഹളവും ഒക്കെ കേൾക്കാം എന്നുള്ളതല്ലാതെ ആ ടാസ്ക് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അവിടെ നൂറ ചെയ്യേണ്ട പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കോയിൻ കൊടുക്കുന്നത് ചിന്തിക്കുന്നില്ല. എന്റെ കയ്യിലിരിക്കുന്ന എനിക്ക് കിട്ടിയ പവർ എനിക്ക് നഷ്ടപ്പെടും, അപ്പോൾ ഞാൻ ഇത് ബുദ്ധി ഉപയോഗിച്ചാണ് കളിക്കേണ്ടത്. എന്താണ് ബിഗ് ബോസ് ഇങ്ങനെ പറയാൻ കാര്യം? ബിഗ് ബോസ് ഇന്നലെ വൈകിട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ നിങ്ങൾ കൊടുത്തു തീർക്കണം, ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് നൂറയോട് ചോദിച്ചായിരുന്നു. അപ്പോഴും ആ ബ്ലാക്ക് കോയിൻ ആർക്കും കൊടുത്തില്ല എന്നുള്ളതാണ്. ബ്ലാക്ക് കോയിനും 2 ഗോൾഡ് കോയിനും കൂടെ കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വെച്ചു. അപ്പോഴേ ഞാൻ എന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതൊരു പണിയാണെന്നുള്ളത്. ഇതൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നോറയാണെങ്കിൽ പറയും ഞാനൊന്ന് ചിന്തിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം മാറി നിൽക്കും. എന്നിട്ട് വന്നിട്ട് ഒരു ഡിസിഷൻ അങ്ങ് എടുക്കും. ഇന്നാക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കും. പക്ഷെ ആ കൊടുത്ത സമയത്തൊന്നും ഈ ഗോൾഡ് കോയിൻ കൊടുത്തതല്ലാതെ ബ്ലാക്ക് കോയിൻ കൊടുത്തില്ല. ബ്ലാക്ക് കോയിൻ ആയിരുന്നു. ഇന്നലെ അക്ബറിന് ബ്ലാക്ക് കോയിൻ കൊടുത്തിരുന്നെങ്കിൽ, ഇന്നും ബ്ലാക്ക് കോയിൻ കൊടുത്തിരുന്നെങ്കിൽ അക്ബർ മുന്നിൽ വന്നേനെ. ഇപ്പൊ എങ്ങനെയാണ് നിൽക്കുന്നത്? ഇപ്പൊ ഇന്ന് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നൂറയ്ക്ക് 2, അഭിലാഷിന് 2 അതുപോലെ തന്നെ അക്ബറിന് 1. ഇങ്ങനെയാണ് ബ്ലാക്ക് കോയിൻ പോയേക്കുന്നത്. ഇനി നാളെ ഗെയിം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ കേട്ടത് 2 ദിവസമേ ഉള്ളെന്നാണ്. പക്ഷെ ഇതിപ്പോ നാളെ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത്. എനിക്കറിയത്തില്ല, കാണുമായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നൂറ രക്ഷപ്പെട്ടു.
അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇവിടെ നൂറയ്ക്കും 2, അബിക്കും 2 വരും. അങ്ങനെ നൂറയ്ക്കും അബിക്കും 2 കോയിൻ ബ്ലാക്ക് കോയിൻ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഡയറക്ഷൻ നോമിനേഷനിൽ പോകാൻ ചാൻസ് കൂടുതലാണ് അതിന്റെ അടുത്ത ഗെയിം ഇല്ലെങ്കിൽ. അതുപോലെ എന്ത് ഗെയിമാണ് ഇത്? സർക്കസ് ഗെയിം. ഇതിനകത്ത് പ്രത്യേകം പിന്നെ പറയേണ്ടത്, ഇവിടെ കണ്ടന്റ് ഉണ്ടാകാത്തതിന്റെ ഒരു മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ സാറ്റർഡേ സൺഡേ എപ്പിസോഡുകളിൽ വന്ന് ഗെയിം കളിക്കുന്നവരെ അവരുടെ മാനസികമായി അവരെ തളർത്തി ഇരുത്തിയിട്ട് പോകുന്നത് ലാലേട്ടനാണ്. തുറന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് ബിഗ് ബോസ് ക്രൂ പറഞ്ഞു കൊടുക്കുന്നതാണോ, ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് ആണോ, എന്താണെന്ന് പറഞ്ഞാലും അവിടെ കളിക്കുന്നവരെ സൈലന്റ് ആക്കുന്നത് നിങ്ങൾ ആദ്യം മുതലുള്ള എപ്പിസോഡുകൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം മുതലുള്ള വീക്കെൻഡ് എപ്പിസോഡുകളിൽ വരിക, കളിക്കുന്ന ആളെ തലക്കടിച്ച് അവിടെ ഇരുത്തുക. അനീഷ് കളിച്ചുകൊണ്ടിരുന്നു, അനീഷിന് തലക്കടിച്ചിരുത്തി. ഷാനവാസ് കളിച്ചുകൊണ്ട് വന്നു, ഷാനവാസിന് തലക്കടിച്ചിരുത്തി. അനുമോള് ഗെയിം കളിച്ചുകൊണ്ട് വന്നു, അനുമോള് തലക്കടിച്ചിരുത്തി. പക്ഷെ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ചു പേരുണ്ട്. ആരാ? ഈ സാറ്റർഡേ എപ്പിസോഡുകളിലും സൺഡേ എപ്പിസോഡിലും വന്നിട്ട് ആര്യൻ, ജിസേല്, ഈ പറയുന്ന ബിന്നി, അങ്ങനെയുള്ള കുറച്ച് പേരെ വന്നിട്ട് ഒന്ന് സൂചിപ്പിച്ചിട്ട് ഒക്കെ പോയി അവരെ ഒന്ന് മയപ്പെടുത്തി ഒന്ന് സൂചിപ്പിച്ചൊക്കെ വെച്ചിട്ട് പോവും. അവരെ കണ്ടന്റ് തരുന്നുണ്ടോ? അതും ഇല്ല. എല്ലാം ഇപ്പൊ കറക്റ്റ് ഒരു ഓണവില്ല് എന്നുള്ള രീതിയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഈ ഗെയിമിനെ പോലും മനസ്സിലാക്കാതെ കളിക്കുന്ന കുറെ പൊട്ടന്മാരെന്ന് തന്നെ പറയാം. അവിടെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഷാനവാസൊക്കെ ചുമ്മാ നിൽക്കുക. ഷാനവാസ് ആദ്യമൊക്കെ വന്ന് ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. ഷാനവാസിനെ ഞാൻ ഈ പറഞ്ഞതുപോലെ അടിച്ചൊരു കോണിൽ ഇരുത്തി. ഇപ്പൊ ഷാനവാസിന് ഇപ്പൊ ഇത് പറയണോ അത് പറയണോ, ഏത് കണ്ടന്റ് എടുക്കണം, എങ്ങനെ കളിക്കണം, എല്ലാം വിട്ടുപോയി, റേഞ്ചായി വിട്ടുപോയി. അവിടെ അക്ബർ മാത്രം പിന്നെ ഈ മസിൽ പവറിന്റെ ബലത്തിൽ പിടിച്ചു നിൽക്കുന്നു. എന്തെങ്കിലുമൊക്കെ വായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാകുമ്പോൾ കാരണം അരയ്ക്കും. ഇതൊരു മസിൽ പവറിന്റെ ബലത്തിൽ ഇപ്പം ഷാനവാസും കൂടെ അക്ബറിനോട് വലിയ വിഷയത്തിന് പോകാത്തത് കൊണ്ട് ഇപ്പം അക്ബറിന് സ്വന്തമായിട്ട് ഇപ്പൊ എല്ലാം ചെയ്യാം. ഷാനവാസും അതിനകത്ത് ചോദ്യം ചെയ്യാനൊന്നും പോകുന്നില്ല. എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ കമ്പനിയാക്കി, ബിഗ് ബോസ് തന്നെ കമ്പനിയാക്കി. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ആര്യനും ജിസേലും എടുത്തു നോക്കിക്കേ. ആര്യൻ എന്തെങ്കിലും കണ്ടന്റ് വരുന്നുണ്ടോ? ജിസേൽ എന്തെങ്കിലും കണ്ടന്റ് വരുന്നുണ്ടോ? അതുപോലെ വൈൽഡ് കാർഡായിട്ട് പോയ സാബുമാൻ എന്തിനാണ് അവിടെ പോയത്? എനിക്ക് യാതൊരു പിടുത്തവുമില്ല. അവിടെ പോയിട്ട് കുറച്ചു നേരം ബ്രേക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്നതാണ്. കിച്ചണിലൊക്കെ പോയി കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ചുമ്മാ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എനിക്കറിയത്തില്ല എന്തോ അവിടെ സംഭവിക്കുന്നതെന്ന്. ഈ സാബുമോനെ എടുത്തത് ഇപ്പം രേണുസുതിയേക്കാൾ കഷ്ടമായി പോയി. ഈ സാബുമാൻ ഒരു സാബുമാൻ തന്നെ ആയിപ്പോയി. അവിടെ ഇപ്പം വൈൽഡ് കാർഡ് വന്നതിൽ ബാക്കിയുള്ളവർ എന്തെങ്കിലുമൊക്കെ വായി നിന്നൊക്കെ മൊഴിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സാബുമാൻ ഇപ്പോഴും അവിടെ പോയി പലരുടെയും ഷാഡോ ആയിട്ട് അങ്ങ് നിൽക്കുക. പക്ഷെ ഷാഡോ ആയിട്ട് നിന്നെന്ന് പറഞ്ഞാലും ഒരു ഗെയിമും കളിക്കുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും മൊഴിയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇവനെ ആക്കുന്ന രീതിയിൽ ഞാൻ കണ്ടത്, ജിസയിലും ആര്യനും അക്ബറൊക്കെ ആക്കി യൂസ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട്. നീ അവിടെ പറയോ, ഷാനവാസിനോട് പറ, നീ പോയി അനുമോളോട് പറ, ഇന്നത് പറയാന്ന് പറഞ്ഞ് ഇവനെ യൂസ് ചെയ്യുന്നുണ്ട്. പോയി ഇവനാണെങ്കിൽ പൊട്ടൻ എന്തോ ചെയ്യും, പോയി അവരോട് പറയും ചെയ്യും, അവർ വായിരിക്കുന്നത് ശരിക്കും കേട്ടിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. സാവുമാനൊക്കെ വേസ്റ്റ്. അപ്പൊ ഇവിടെ ഈ കളിക്കുന്നവരെ പോലും കളിപ്പിക്കാതാക്കുന്ന ഒരു സീസൺ ആയിട്ടാണ് എനിക്കിപ്പം ഇത് തോന്നുന്നത്. കുറച്ച് വാഴകളെയും കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ബിന്നി കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ് ഇപ്പോഴും അവിടെ നിന്ന് സംസാരിക്കുന്നത് കേട്ടു. ഞാൻ അവിടെ കുത്തിത്തിരിപ്പ് നടത്തിയെന്ന് റെനോട് സംസാരിക്കുന്നത് കേട്ടു. കുത്തിത്തിരിപ്പ് അവിടെയും പോയിട്ട് പറയുമ്പോഴും കുത്തിത്തിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് റെനോട് ചോദിക്കുന്നത് ഞാൻ എന്താ കൂടെ കുത്തിത്തിരിപ്പ് നടത്തിയതെന്ന്. അങ്ങനെ കുറച്ച് വിറ്റ് താരങ്ങൾ. റെന പിന്നെ ഇപ്പൊ ആദിലയുടെയും നൂറയുടെയും കൂടെ ചേർന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നൂറയ്ക്ക് ഇപ്പൊ ഒരു പവർ കിട്ടിയിട്ടുണ്ടല്ലോ, ഡയറക്റ്റ് നോമിനേഷൻ എന്നുള്ളൊരു പവർ. റെനയെ എങ്ങാനും പിടിച്ച് ഡയറക്റ്റ് നോമിനേഷൻ ഇട്ടേക്കോ എന്നുള്ള റെനയ്ക്ക് പേടി. അതുകൊണ്ടാണ് റെന കുട്ടി നടക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടന്റ് എന്നുള്ള പറഞ്ഞൊരു സാധനം ഈ ബിഗ് ബോസ് ഷോയിൽ ഇപ്പോൾ ഇല്ല. ഈ ആഴ്ച മൊത്തവും ശോകമൂകമാണ്. 24/7 കണ്ടുകൊണ്ടിരുന്ന നമുക്കെല്ലാം മെന്റലാവും. അതുപോലെ തന്നെ എപ്പിസോഡിൽ കാണിക്കാൻ ഒന്നുമില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉരുത്തിരിഞ്ഞ് വന്ന് അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ബിഗ് ബോസ് വിളിച്ചിട്ട് വാണിംഗും കൊടുക്കും. പക്ഷെ ഇതുവരെയും അതിനുശേഷം ഒന്നും വന്നില്ല. ഞാൻ പറയുകയാണ്. അപ്പൊ നല്ല കളിക്കുന്ന ആൾക്കാരെയൊക്കെ വാണിംഗ് കൊടുത്ത് ഒരു ലെവലിലാക്കി മടക്കി ചുരുട്ടി ഒരു സൈഡിൽ വെച്ചു. മറ്റുള്ള വാഴകളൊന്നും കണ്ടന്റും കൊടുക്കുന്നത് ചുമ്മാ അത് ഇതുവഴി ഇതെല്ലാം കറങ്ങി നടക്കുന്നു. പിന്നെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ കിച്ചണിലെ ഒരു ചെറിയ വഴക്ക്, ഗ്ലാസ് അങ്ങോട്ട് കഴുകി വെച്ചില്ല, പാത്രം കഴുകി വെച്ചില്ല, ഇതൊക്കെയാണ് അവിടുത്തെ മെയിൻ വഴക്കുകൾ. ഇതെല്ലാം കണ്ട് നമ്മൾ മടുത്തു ആദ്യം മുതലേ. അങ്ങനെയുള്ള പിന്നെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഓരോ സൈഡിൽ നേരത്തെ പോലെ ഇപ്പൊ ഗ്രൂപ്പ് പൊട്ടിക്കാൻ പോയവരും ഓരോ ഗ്രൂപ്പിലായി. അങ്ങനെ ഓരോരുത്തരും ഓരോ സൈഡ് ചേർന്നിരുന്ന് ഓരോ കഥകൾ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഇങ്ങനെ ഉല്ലസിച്ചും നടക്കുന്നു. ഒരു പിക്നിക്കിന് പോയതുപോലെ ബിഗ് ബോസ് ഹൗസിനെ മാറ്റി എടുത്തിട്ടുണ്ട്. എന്നാലും ഇനി ഇത് എങ്ങനെ കൺവേർട്ട് ചെയ്ത് ഏത് രീതിയിൽ ഇനി ഗെയിം കളിപ്പിക്കുന്നത് ബിഗ് ബോസ് തന്നെ ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷെ ഇതിനെല്ലാം കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിനൊക്കെ ഒറ്റ മൂല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ വരുന്ന ലാലേട്ടൻ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ മാനസികമായി തളർത്തുന്നു. ആ തളർത്ത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഗെയിം കളിക്കത്തില്ല. എങ്കോ എല്ലാ ആഴ്ചയിലും ചീത്തകളി കേൾക്കാൻ. അതുകൊണ്ട് എന്താണ്, ഇവർ കണ്ടന്റും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കണ്ടന്റ് ഉണ്ടായിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വന്നിട്ട് ലാലേട്ടൻ അതിനെ എടുത്തിട്ട് കുറയും. എന്നിട്ട് ജിസേലും ആര്യനും അവിടെ കുറച്ച് നമുക്കറിയാലോ, ജിസേലിനെ ആര്യനെയും നല്ല രീതിയിൽ അവിടെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്. അതുപോലെ
എനിക്ക് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ അക്ബറിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടതാണ്. രണ്ടു മൂന്നിടത്ത് ഞാൻ ഈ കമന്റും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കണ്ടു. അക്ബറിന്റെ ഒരു ഫ്രണ്ട് ഈ പരിപാടിയുടെ ക്രൂ മെമ്പേഴ്സിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു പ്രൊഡ്യൂസർ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും അത് കണ്ടുപിടിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അക്ബറിനെ ഒന്നും പറയാത്തതെന്നും അക്ബറിനെതിരെ ഒന്നും അവിടെ ബിഗ് ബോസ് ഒന്നും സ്ക്രിപ്റ്റ് ആയിട്ട് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതും. അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ലാലേട്ടൻ വന്ന് അക്ബറിനെ ഒന്ന് തഴുകി വിടുന്നതൊക്കെ. അക്ബറൊക്കെ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഡൗൺ ആയിക്കൊണ്ട് അക്ബർ മാത്രം കിടന്ന് സംസാരിക്കട്ടെ എന്നുള്ള രീതിയിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ബാക്കിയുള്ളവരെല്ലാം ഡൗൺ ആയിട്ടുണ്ട്. അക്ബർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മസിൽ പവറിന്റെയും ഈ വായുടെ ഒക്കെ ബലത്തില് എല്ലാ ഗെയിമും ഒരു പേഴ്സണലായിട്ട് എടുത്തിട്ട് ഒരു അറ്റാക്കിംഗ് മൂഡ്, ഒരു ഗുണ്ടായിസം പോലത്തെ ഒരു രീതിയിലേക്കാണ് അക്ബർ മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത് വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ കളിച്ചില്ലെങ്കിൽ ഈ 2 ദിവസവും ശോകം കൂടെ ആയി പോയനെ. അതാണ് സത്യം. അക്ബർ ഇങ്ങനെയും കിടന്ന് അലക്കുന്ന, ജിഷിനും അക്ബറും ഒക്കെ ഇങ്ങനെ കിടന്ന് അലക്കുന്നത് കൊണ്ട് ആ ടാസ്ക് ചുമ്മാ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക, നമ്മളൊന്ന് ഉറങ്ങി പോകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ചാടി എഴുന്നേക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഗെയിം എന്താണെന്നോ ബിഗ് ബോസ് എന്താണെന്നോ അറിയാത്ത കുറച്ച് പേര്, അതുപോലെ കളിക്കാൻ ഗെയിമിലേക്ക് ബിഗ് ബോസ് എന്ന ഗെയിമിലേക്ക് കളിച്ച് തുടങ്ങിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അടിച്ച് മൂലക്കിരുത്തുന്ന പോലുള്ള വീക്കെൻഡ് എപ്പിസോഡുകളും ഇതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ഷോയെ ഇപ്പൊ ബാധിച്ചിരിക്കുന്നത്. എന്തായാലും വല്ലാത്തൊരു സീസൺ ആയി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. 40 ദിവസമായിട്ടും സീസൺ അങ്ങോട്ട് ആർക്കും അങ്ങോട്ട് ദഹിക്കാത്ത രീതിയിലാണ് ഈ സീസൺ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സീസണെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.